ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അലീന. അപ്പോൾ ഇന്നൊരു പുതിയ സ്റ്റോറിയാണ്, നമുക്ക് കേൾക്കാം. എൻ്റെ പേര് അനൂപ്. എനിക്ക് 28 വയസ്സുണ്ട്. എൻ്റെ വീട് കൊല്ലം ജില്ലയിൽ കുണ്ടറയിലാണ്. ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിൽ നിന്നാണ്. എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും 4 സഹോദരന്മാരുമാണുള്ളത്. ഞാൻ മൂന്നാമത്തേതാണ്. എൻ്റെ ഭാര്യയുടെ പേര് സുനിത. അവൾ കാണാൻ വളരെ സുന്ദരിയാണ്. എൻ്റെ വൈഫ് ഹൗസിൽ അമ്മയും മകളും മാത്രമാണ് ഉണ്ടായിരുന്നത്. അച്ഛൻ അവൾക്ക് 10 വയസ്സുള്ളപ്പോൾ മരിച്ചിരുന്നു. അതിനുശേഷം ഫ്ലൈവുഡ് കമ്പനിയിലും അതുപോലെ വീട് പണിക്കുമൊക്കെ പോയാണ് അവളെ വളർത്തിയത്. ഞങ്ങൾ കല്യാണം ആലോചിച്ച് ചെന്നപ്പോൾ അത്യാഗ്രഹികളായ എൻ്റെ അച്ഛനും അമ്മയും ആവശ്യപ്പെട്ട സ്ത്രീധനം ഒപ്പിക്കാൻ ആ അമ്മ ഒത്തിരി പാടുപെട്ടു. എങ്കിലും മകളുടെ കല്യാണം കഴിഞ്ഞ് കാണാൻ ആഗ്രഹിച്ച അമ്മ എങ്ങനെയൊക്കെയോ കല്യാണം നടത്തി. കല്യാണ സമയത്ത് അമ്മ എൻ്റെ അച്ഛനോടും ബന്ധുക്കളോടും താനും മകളും തനിച്ചേ ഉള്ളൂ എന്നും കല്യാണം കഴിഞ്ഞാൽ ഞാൻ അവിടെ നിൽക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. അതിൻ പ്രകാരം ഞാൻ ഭാര്യ വീട്ടിൽ താമസമാക്കി. ഓട്ടോ ഓടിക്കലാണ് എൻ്റെ ജോലി. കല്യാണം കഴിഞ്ഞ് ഞാൻ അവിടെ അടുത്തുള്ള സ്റ്റാൻഡിൽ ഓട്ടോ ഓടിക്കാൻ തുടങ്ങി. വൈഫിന് അടുത്തുള്ള LP സ്കൂളിൽ ക്ലർക്കായി ജോലി കിട്ടി. ഓട്ടോ ഓടിക്കുന്നതിനിടയിൽ ഞാൻ ഓട്ടമില്ലാത്തപ്പോഴും ഊണ് കഴിക്കാനും വീട്ടിൽ വരാറുണ്ട്. അങ്ങനെ കല്യാണം കഴിഞ്ഞ് 6 മാസമായി. ഒരാഴ്ചയായി അമ്മ പണിക്ക് പോകുന്നില്ല. ഞാൻ കാരണം ചോദിച്ചപ്പോൾ ഒന്നുമില്ലെന്ന് പറഞ്ഞു. 2 ദിവസം കൂടി കഴിഞ്ഞു. ആരോടും മിണ്ടാതെ വല്ലാത്ത ടെൻഷനിലാണ് അമ്മ എന്ന് ഞാൻ അറിഞ്ഞു. വൈഫ് സ്കൂളിൽ നിന്നും 4 ദിവസത്തേക്ക് ടൂറ് പോവുകയാണ്. അവൾ പോയി കഴിഞ്ഞ് അമ്മയോട് വിശദമായി ചോദിച്ചറിയണമെന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ അവൾ വെളുപ്പിന് ടൂറ് പോയി. ഒരു 8 മണിയായപ്പോൾ ഞാൻ അമ്മയെ വിളിച്ച് കാര്യം തിരക്കി. അമ്മ, അത് മോനെ, നിന്നോട് എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ കല്യാണം നടത്താൻ മോൻ്റെ ബന്ധുക്കൾ ചോദിച്ച സ്ത്രീധനം ഒപ്പിക്കാനായി ഞാൻ ജോലി ചെയ്യുന്ന വീട്ടിൽ നിന്നും കുറച്ച് പൈസ വാങ്ങിയിരുന്നു പലിശയ്ക്ക്. 3 മാസം ഞാൻ വളരെ കഷ്ടപ്പെട്ട് പലിശ കൊടുത്തു. ഇപ്പോൾ അത് മുടങ്ങി. അവർ വിളിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഫോൺ സൈലൻ്റാക്കി വെച്ചിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യുമെന്നെനിക്കറിയില്ല. എത്ര രൂപയാണ് വാങ്ങിയത്? ഞാൻ ചോദിച്ചു. 2 ലക്ഷം. അയാളുടെ പേരെന്താ? സണ്ണിച്ചൻ എന്നെല്ലാവരെയും വിളിക്കും. എവിടെ അയാളുടെ വീട്? ഇവിടെ അടുത്താ മോനെ. പക്ഷേ അയാൾക്ക് ഒരുപാട് സ്ഥലത്ത് വീടുകളുണ്ട്. അയാളുടെ ഫാമിലി ഉള്ള വീട്ടിലാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. അമ്മ നമ്പർ ഒന്ന് തന്നേ, ഞാനൊന്ന് വിളിച്ച് നോക്കട്ടെ. അമ്മ നമ്പർ തന്നു. ഞാൻ വിളിച്ചു. ഹലോ, ഞാൻ ലീലയുടെ മരുമകനാണ്, അനൂപ്. സണ്ണി: ഓ അനൂപേ, ഞാൻ ഒരുപാട് തവണ അമ്മയെ വിളിച്ചു. അവർ ഫോൺ എടുത്തില്ല. പേടിച്ചിട്ടാ ചേട്ടാ. ചേട്ടനോട് എന്തു പറയണമെന്നറിയാത്തത് കൊണ്ടാ. അതുകൊണ്ട് കാര്യമില്ലല്ലോ അനൂപേ. എനിക്ക് പൈസ കിട്ടണ്ടേ? ഇത് ഞങ്ങൾ 3 പേര് ചേർന്ന് നടത്തുന്ന ഒരു ചെറിയ ഫൈനാൻസാ. അവർ എന്നെ ചീത്ത പറയുകയാണ്. ഞാൻ എന്തു പറയും? എൻ്റെ റിസ്കിലാണ് പൈസ കൊടുത്തത്. ഞാൻ ഇപ്പോഴാണ് ഇതറിയുന്നത് ചേട്ടാ. എനിക്കൊന്നും പറയാനില്ല. സണ്ണി: ഒരു കാര്യം ചെയ്യ്, താൻ അമ്മയും കൂട്ടി എൻ്റെ വീട് വരവാ. എന്തായാലും ഒരു തീരുമാനമുണ്ടാകണമല്ലോ. നമുക്കൊരുമിച്ച് ആലോചിക്കാം എന്ത് വേണമെന്ന്. ഞാൻ എൻ്റെ കൂട്ടുകാരെ ഒന്ന് വിളിക്കട്ടെ. എവിടെയാണ് വരേണ്ടത്? ഞാൻ ലൊക്കേഷൻ ഇട്ടേക്കാം, അത് നോക്കി വന്നാൽ മതി. അയാൾ ഫോൺ വെച്ചു. അമ്മ: അയാൾ എന്തു പറഞ്ഞു മോനെ? അയാൾ നമ്മളോട് അവിടെ വരെ ഒന്ന് ചെല്ലാൻ പറഞ്ഞു. നമ്മൾ അവിടെ എന്തു പറയും മോനെ? അവർ എന്തെങ്കിലും വഴി പറയും അമ്മേ. അല്ലെങ്കിൽ കുറച്ച് അവധിയെങ്കിലും ചോദിക്കാം. അമ്മ റെഡിയാക്, നമുക്ക് പോയി നോക്കാം. അമ്മയും ഞാനും എൻ്റെ വണ്ടിയിൽ ലൊക്കേഷൻ നോക്കി പുറപ്പെട്ടു. കുറച്ചു പോയതും അമ്മ പറഞ്ഞു, ഇത് ഞാൻ ജോലി ചെയ്യുന്ന വീട്ടിലേക്കുള്ള വഴിയല്ല മോനെ. ഞാനൊന്നും മിണ്ടിയില്ല. ഞങ്ങൾ ലൊക്കേഷൻ കാണിച്ച വീട്ടിലെത്തി. ബെല്ലടിച്ചു. ഒരു 40 വയസ്സ് തോന്നിക്കുന്ന ഒരു സുന്ദരനായ മനുഷ്യൻ വന്ന് വാതിൽ തുറന്നു. ഞാൻ അമ്മയെ നോക്കി. അമ്മ പരുങ്ങുന്നത് കണ്ടപ്പോൾ അതമ്മ പറഞ്ഞ സണ്ണിയാണെന്ന് എനിക്ക് മനസ്സിലായി. വാ, അകത്തേക്ക് വാ.
അയാൾ പറഞ്ഞത് കേട്ട് ഞങ്ങൾ അകത്ത് കയറിയിരുന്നു. ഞങ്ങളുടെ മുന്നിലായി അയാളും ഇരുന്നു. സണ്ണി: അനൂപേ, ഇനി എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? പൈസയ്ക്ക് എന്തെങ്കിലും മാർഗം കാണണമല്ലോ. അയാൾ അമ്മയെയും എന്നെയും നോക്കി പറഞ്ഞു. അമ്മ എന്ത് പറയണമെന്നറിയാതെ തല കുനിച്ചിരിക്കുകയാണ്. ചേട്ടാ, ഇപ്പോൾ പൈസയ്ക്ക് ഒരു നിവൃത്തിയുമില്ല. കുറച്ച് അവധി തന്നാ. എത്ര അവധി തന്നാൽ നിങ്ങൾക്കത് തിന്നു തീർക്കാൻ പറ്റും? അതിനെനിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. നിങ്ങളിരിക്ക്, ഞാൻ എൻ്റെ കൂട്ടുകാരോടൊന്ന് ആലോചിക്കട്ടെ. അയാൾ ഫോൺ എടുത്ത് അകത്തേക്ക് പോയി. ഞാനും അമ്മയും എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ ഇരുന്നു. 5 മിനിറ്റിന് ശേഷം അയാൾ പുറത്തു വന്നു. സണ്ണി: ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സ്വീകാര്യമാണെങ്കിൽ ഇതിവിടെ തീരും. അറിയാമല്ലോ, നിങ്ങളുടെ ആധാരം പിന്നെ 2 ചെക്കും എൻ്റെ കയ്യിലുണ്ട്. അത് മറക്കരുത്. വാ, ഞാൻ അനൂപിനോട് കാര്യം പറയാം. അയാൾ എന്നെയും കൂട്ടി ഞങ്ങളുടെ സംസാരം അമ്മ കേൾക്കാത്ത ദൂരത്തിൽ നിന്ന് എന്നോട് സംസാരിച്ചു. അയാൾ പറഞ്ഞത് കേട്ട് ഞാൻ ഞെട്ടി. ഞാൻ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യമാണ് അയാൾ പറഞ്ഞത്. പിന്നീട് അയാൾ പറഞ്ഞതൊന്നും ഞാൻ കേട്ടില്ല. അപ്പോൾ പറഞ്ഞ പോലെ അനൂപേ. അയാൾ എന്നെ പിടിച്ച് അമ്മയുടെ അടുത്തെത്തി. ഞാൻ അനൂപിനോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് അവൻ പറയും. അത് നിങ്ങൾ 2 പേരും ശരിക്കും ആലോചിച്ചൊരു മറുപടി പറയേ. ഞാൻ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു മറുപടി തന്നാൽ ഇവിടെ നിങ്ങളുടെ എല്ലാ കടങ്ങളും തീർത്ത് സമാധാനമായി പോകാം. അല്ലെങ്കിൽ പ്രശ്നമാകും. നിങ്ങൾ ആലോചിക്കേ. ഞാൻ ഈ റൂമിലുണ്ടാകും. അയാൾ അമ്മയെ ഒന്ന് ഒഴിഞ്ഞു നോക്കിയാണത് പറഞ്ഞത്. അയാൾ അടുത്ത മുറിയിലേക്ക് കയറി. ഞാൻ എന്ത് പറയണമെന്നറിയാതെ വിഷമിച്ചു. അമ്മയുടെ അടുത്തിരുന്നു. ഞാൻ അമ്മയുടെ മുഖത്തേക്ക് നോക്കി. 42 വയസ്സുണ്ട് അമ്മയ്ക്ക്. പക്ഷേ അത്രയും തോന്നില്ല. കഷ്ടപ്പാടിലാണ് വളർന്നതെങ്കിലും കൊഴുത്ത ശരീരമാണ് അമ്മയ്ക്ക്. പൊക്കം കുറഞ്ഞ് വെളുത്ത് ആര് കണ്ടാലും ഒന്നുകൂടി നോക്കുന്ന ശരീരം. 10 വർഷമായി ആൺതുണയില്ലാതെ ജീവിക്കുന്നതാണ്. ഒറ്റ നോട്ടത്തിൽ ഒരു ചരക്ക്. ഇന്ന് ഈ തുടുത്ത ശരീരം കടത്തിൻ്റെ പേരിൽ 3 ആണുങ്ങളുടെ കരുത്തറിയും. ആ ചിന്ത എന്നെ കോരിത്തരിപ്പിച്ചു. എന്താ മോനെ, അയാൾ എന്താ പറഞ്ഞത്? അമ്മയുടെ ആ ചോദ്യം എന്നെ ചിന്തയിൽ നിന്നുണർത്തി. ഞാൻ എങ്ങനെ അമ്മയോട്? ഞാൻ പറയാൻ വിഷമിക്കുന്നത് കണ്ട് അമ്മ എൻ്റെ കയ്യിൽ പിടിച്ചു. എന്തായാലും നമ്മൾ നേരിടണം. മോൻ പറയേ. അമ്മ ആകാംക്ഷയോടെ എന്നെ നോക്കി. അമ്മേ, അയാൾ പറഞ്ഞു അവർക്ക് അമ്മയൊന്ന് വഴങ്ങിക്കൊടുക്കണമെന്ന്. താഴോട്ട് നോക്കിയാണ് ഞാനത് പറഞ്ഞത്. അമ്മ ഒന്ന് ഞെട്ടിയതുപോലെ എനിക്ക് തോന്നി. അമ്മ എൻ്റെ കയ്യിലെ പിടുത്തം വിട്ടു. കുറച്ചു നേരം എന്തൊക്കെയോ ആലോചിച്ച് കണ്ണടച്ചിരുന്നു. 5 മിനിറ്റ് കഴിഞ്ഞ് അമ്മ എന്നെ നോക്കി. മോനെ, നമ്മുടെ കടം തീരുമെങ്കിൽ സമ്മതമാണെന്ന് പറയേ. ഇതോടെ എല്ലാം തീരുമല്ലോ. മോളിതൊരിക്കലും അറിയരുത്. പിന്നെ ഞാനൊരു ചീത്തയാണെന്ന് മോൻ ചിന്തിക്കുകയും ചെയ്യരുത്. എല്ലാം ഇവിടെ തീരട്ടെ, പറയൂ. അമ്മ മുഖം പൊത്തി കരഞ്ഞു. എനിക്ക് സങ്കടമായി. അല്പനേരം അങ്ങനെ ഇരുന്നിട്ട് ഞാൻ അയാളുടെ വാതിലിൽ മുട്ടി. പ്രതീക്ഷിച്ചിരുന്നതുപോലെ അയാൾ പെട്ടെന്ന് വാതിൽ തുറന്നു. എന്തായി അനൂപേ, എന്ത് തീരുമാനിച്ചു? അത് ഞങ്ങൾക്ക് സമ്മതമാണ്. ഇതോടെ എല്ലാം തീരുമല്ലോ. ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരെ ഒന്ന് വിളിക്കട്ടെ. നീ അവിടെ ഇരിക്കുക. അയാൾ അമ്മയെ നന്നായി കണ്ണുകൊണ്ട് ഒഴിഞ്ഞു നോക്കി ചിരിച്ചിട്ട് അകത്തേക്ക് പോയി. 5 മിനിറ്റിനകം അയാൾ പുറത്തു വന്നു. അതെ, എൻ്റെ കൂട്ടുകാരിപ്പോൾ സ്ഥലത്തില്ല. നാളെ എത്തൂ. നിങ്ങൾക്ക് ഇന്ന് തന്നെ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ഇയാളുടെ വൈഫ് എവിടെ? അവൾ സ്കൂളിൽ നിന്നും ടൂറ് പോയിരിക്കുക. ഓഹോ, അതും കൊള്ളാം. അപ്പോൾ അങ്ങനെ തന്നെ. നമുക്ക് 2 ദിവസം ഇവിടെ നിന്ന് എൻ്റെ കൂട്ടുകാർ വന്നു കഴിഞ്ഞ് അടിച്ചു പൊളിച്ച് പിരിയാം. എന്താ? അയാളുടെ നോട്ടം കണ്ട അമ്മയെ ഇപ്പോൾ പിടിച്ച് കടിച്ച് തിന്നുമെന്ന് തോന്നും. വാ, നമുക്ക് മുകളിലേക്ക് പോകാം.
അയാൾ എന്നെയും അമ്മയും കൂട്ടി മുകളിലേക്ക് നടന്നു. ഒരു റൂമിൻ്റെ വാതിൽ തുറന്ന് ഞങ്ങൾ അകത്ത് കയറി. അത്യാധുനിക രീതിയിലുള്ളൊരു റൂമായിരുന്നു അത്. അകത്തേക്ക് കാല് വെച്ചതും AC-യുടെ തണുപ്പിൽ ഞാനൊന്ന് വിറച്ചു. 10 പേർക്ക് സുഖമായി കഴിയാൻ പാകത്തിലുള്ള വലിയൊരു റൂം. അമ്മയെ കട്ടിലിരുത്തി അയാൾ എന്നെയും പിടിച്ച് ഒരു ഗ്ലാസ് ഡോർ തള്ളി തുറന്ന് അകത്ത് കയറി. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത്, ഇതൊരു വലിയ ഹാളാണ്. അത് ഗ്ലാസ് ഇട്ട് 2ആയി തിരിച്ചിരിക്കുന്നു. അവിടെയുള്ള കട്ടിലിൽ അയാൾ എന്നെ ഇരുത്തി. അയാളും കൂടെ ഇരുന്നു. സണ്ണി, അനൂപേ, ഇത് ഗ്ലാസ് ഭിത്തിയാണ്. അവിടെ നിന്നും ഇങ്ങോട്ട് നോട്ടം കിട്ടില്ല. ഇവിടെ ഇരുന്നു കൊണ്ട് നിനക്ക് വേണമെങ്കിൽ ഇവിടെ ഞങ്ങൾ തമ്മിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ കാണാം. നിനക്ക് വേണമെങ്കിൽ മാത്രം. പിന്നെ താഴെ വേലക്കാരി പെണ്ണുണ്ട്. അവിടെ പോയി നിനക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം. ഇവിടുത്തെ കളി കണ്ട് നിനക്ക് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ അവളോട് പറഞ്ഞാൽ മതി. മുറ്റ് ചരക്ക, ഞങ്ങളുടെ സ്വന്തം ആളാണ്. നിനക്ക് എന്ത് വേണേലും അവൾ തരും. ഒരു കുഴപ്പവുമില്ല. അയാളൊന്ന് കുലുങ്ങിച്ചിരിച്ചു. പിന്നെ നീ പോകുമ്പോൾ ഈ ഗ്ലാസ് ഡോറിലൂടെ തന്നെ പോകണം, അമ്മയുടെ മുന്നിലൂടെ. കാരണം നീ ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന് നിൻ്റെ അമ്മായിയമ്മയ്ക്ക് തോന്നിയാൽ ഞങ്ങളുടെ ഒരു ത്രില്ലും ചിലപ്പോൾ കുറയും. നീ ഈ റൂമിൻ്റെ ഡോർ തുറന്ന് കയറിയിരുന്നോ? ഓക്കെ, എന്നാ നീ വാ. അയാൾ എന്നെയും കൊണ്ട് അമ്മയുടെ മുന്നിലെത്തി. അമ്മ മുഖം പൊത്തി കട്ടിലിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വന്നതറിഞ്ഞ് അമ്മ എന്നെ ഒന്ന് നോക്കി. എന്താണ് ആ മുഖത്തെന്ന് എനിക്ക് വായിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴും ഞാൻ ചിന്തിച്ചത് മറ്റൊന്നാണ്. ഈ പകൽ വെളിച്ചത്തിൽ AC-യുടെ തണുപ്പിൽ അല്പനിമിഷങ്ങൾക്കകം അമ്മ ഈ നിൽക്കുന്ന മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങും. ആ ചിന്ത എൻ്റെ മനസ്സിനും ശരീരത്തിനും പുതിയൊരു ഉന്മേഷം നൽകിയതുപോലെ എനിക്ക് തോന്നി. പോകാൻ നമുക്ക്. വീണ്ടും അയാളുടെ ശബ്ദം എന്നെ ഉണർത്തി. താഴെ പോയിരുന്നോട്ടോ, ഞങ്ങൾക്ക് കുറച്ച് പണിയുണ്ട്. അമ്മയെ നോക്കിക്കൊണ്ട് അയാൾ എന്നോടായി പറഞ്ഞു. എന്നെ പുറത്താക്കി ആ വാതിലടഞ്ഞു. ഞാൻ അല്പനേരം അവിടെ നിന്നിട്ട് മെല്ലെ സ്റ്റെപ്പ് ഇറങ്ങി ഹാളിൽ പോയിരുന്നു. കുറച്ച് കഴിഞ്ഞ് എനിക്ക് ദാഹിക്കുന്നത് പോലെ തോന്നി. ഞാൻ മെല്ലെ കിച്ചൺ നോക്കി നടന്നു. കിച്ചണിൽ അയാൾ പറഞ്ഞ സ്ത്രീ തിരക്കിട്ട പണിയിലായിരുന്നു. അധികം വണ്ണമില്ലാത്ത ഇരുനിറത്തിലുള്ള കാണാൻ ചന്തമുള്ള പെണ്ണ്. പിന്തിരിഞ്ഞു നിൽക്കുന്ന അവളുടെ മുഴുപ്പ് എന്നെ അത്ഭുതപ്പെടുത്തി. എൻ്റെ കാൽപെരുമാറ്റം കേട്ടിട്ടാവണം അവൾ തിരിഞ്ഞു നോക്കി. എന്താ വേണ്ടേ? അവൾ നന്നായി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. വെള്ളം വേണമെന്ന് ഞാൻ കൈകൊണ്ട് കാണിച്ചു. അവൾ ഫ്രിഡ്ജ് തുറന്ന് ഒരു കുപ്പി വെള്ളമെടുത്ത് നീട്ടി. അവൾ നീക്കിയിട്ട കസേരയിലിരുന്ന് ഞാൻ വെള്ളം കുടിച്ചു. പേരെന്താ? അനൂപ്. ആരാ കൂടെയുള്ളത്? വൈഫിൻ്റെ അമ്മ, അതായത് അമ്മായിയമ്മ. കടമുണ്ടായിരുന്നല്ലേ? എത്ര? 2 ലക്ഷം. ഓ, അത്രയുമുണ്ടോ? അപ്പോൾ അമ്മ കുറേ കഷ്ടപ്പെടുമല്ലോ. 3 പേര് നല്ല രീതിയിൽ പണിയും. അവൾ എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാനൊന്നും പറഞ്ഞില്ല. സണ്ണിച്ചൻ അപ്പുറത്തെ മുറി കാണിച്ചു തന്നില്ലേ കാണാൻ? ഞാൻ തലകുലുക്കി. ഞാനൊന്നും പറയാത്തത് കൊണ്ടാവാം അവൾ എൻ്റെ അരികിൽ വന്നു. വിഷമിക്കുകയൊന്നും വേണ്ട കേട്ടോ. ഇവിടെ ഇത് പതിവാ. സ്വന്തം അമ്മയും ഭാര്യയും ഇവിടെ ഇങ്ങനെ കൊണ്ടാക്കാറുണ്ട് ചിലർ. അതൊക്കെ കാണാറുമുണ്ട്. അതുകണ്ട് കടി കയറി എല്ലാവരും എൻ്റെ അടുത്തോട്ട് വന്ന് കയറിയിട്ടാണ് പോകുന്നത്. ഇതത്രയ്ക്കൊന്നും ഇല്ലല്ലോ, വൈഫിൻ്റെ അമ്മയല്ലേ. ഏയ്, എനിക്ക് വിഷമമൊന്നുമില്ല. പിന്നെ അമ്മയെ ഞാൻ ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല, അതാ. കൂൾ മാൻ, പോയി അതൊക്കെ കാണ്. എന്നിട്ട് ഇങ്ങോട്ട് വാ, ഞാൻ റെഡി. അവളുടെ വാക്കുകൾ കേട്ട് ഞാൻ എണീറ്റു. വാ, ഒന്ന് ഉഷാറാവട്ടെ. അവൾ കൈകൾ വിരിച്ച് എന്നെ ക്ഷണിച്ചു. അവളുടെ ആ കെട്ടിപ്പിടുത്തം എനിക്ക് ആവശ്യമാണെന്നപ്പോൾ തോന്നി. ഞാൻ അവളെ കെട്ടിപ്പിടിച്ചു. അവൾ തിരിച്ചു. കുറച്ചു നേരം കെട്ടിപ്പിടിച്ച് നിന്നിട്ട് അവൾ അകന്നു. എനിക്കൊരു ഉമ്മ തന്നിട്ട്, ചെല്ല് പോയി എല്ലാം കണ്ടൊന്ന് ഉഷാറായിട്ട് വാ, ആണുങ്ങളെപ്പോലെ. ഞാൻ മെല്ലെ ഹാളിലെത്തി. കോണി കയറാനൊരു മടി.
15 മിനിറ്റായി ഞാൻ താഴെ വന്നിട്ട്. അകത്തിപ്പോൾ എന്തായിരിക്കും നടക്കുന്നത്? അമ്മ നന്നായി സഹകരിച്ചിട്ടുണ്ടാകുമോ? കാണണോ വേണ്ടയോ എന്ന ചിന്ത എന്നിലുണ്ടായി. അവസാനം കാണണമെന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു. ഇങ്ങനെയല്ലാതെ ഇതൊന്നും കാണാൻ ഇനി തനിക്ക് കഴിയില്ല. ഞാൻ കോണി കയറി അവരുടെ റൂമിൻ്റെ മുന്നിലെത്തി ചെവി ഓർത്തു. ഇല്ല, അകത്തുനിന്നും ഒച്ചയൊന്നും കേൾക്കുന്നില്ല. ഞാൻ മെല്ലെ മറ്റേ റൂമിൻ്റെ വാതിൽ തുറന്ന് അകത്ത് കയറി. നെഞ്ചിടിപ്പോടെ ഗ്ലാസ് ഭിത്തിയിലെ കർട്ടൻ വലിച്ചു മാറ്റി അകത്തേക്ക് നോക്കി. അകത്തെ ഒറ്റ കാഴ്ചയിൽ തന്നെ എൻ്റെ രക്തം ചൂട് പിടിച്ചു. അകത്ത് കട്ടിലിൽ മലർന്നു കിടക്കുന്ന എൻ്റെ വൈഫിൻ്റെ അമ്മയെ കണ്ടു. വെളുത്തു തൊടുത്ത അമ്മായിയമ്മ. കട്ടിലിനടുത്ത് മാറിയുള്ള ഒരു ടേബിളിൽ വലിയ പിയാനോ ഉണ്ട്. ഒരു ബെർമൂഡ മാത്രമിട്ട് ഒരു കസേരയിലിരുന്ന് പിയാനോ വായിക്കുന്ന സണ്ണിച്ചൻ. ഇത് കണ്ടപ്പോൾ ഹേ റാം സിനിമയിലെ കമൽഹാസനും വസുന്ധരാദാസും അഭിനയിച്ച ആ പാട്ട് സീൻ ഓർമ്മ വന്നു. ആ പാട്ട് സീനിൽ പരിപാടിക്ക് ശേഷമാണ് കമൽഹാസൻ പിയാനോ വായിക്കുന്നത്. ഇവിടെ പരിപാടി തുടങ്ങുന്നതിന് മുൻപേ ആണ് സംഗീത കച്ചേരി. പിയാനോ വായിക്കുന്ന സ്പീഡ് കൂടിക്കൂടി വരുന്നല്ലോ. പെട്ടെന്ന് നിർത്തി. ടേബിളിൽ ഒഴിച്ചു വെച്ച ഗ്ലാസ്സിൽ നിന്ന് സണ്ണിച്ചൻ വിസ്കി സിപ്പ് ചെയ്ത് പതിയെ എഴുന്നേറ്റു. ഒരു വശ്യതയാർന്ന ചിരിയോടെ കട്ടിലിനെ ലക്ഷ്യമാക്കി നടക്കുന്നു. എൻ്റെ നെഞ്ചിടിപ്പ് വല്ലാതെ കൂടി. അതാ സണ്ണിച്ചൻ എൻ്റെ വൈഫിൻ്റെ അമ്മയുടെ അടുത്തേക്ക് വന്നിരുന്നു കഴിഞ്ഞു. നല്ല സുന്ദരിയായ എൻ്റെ അമ്മായി അമ്മയുടെ മുടിയിഴകളിൽ തലോടാൻ തുടങ്ങി. ഞാൻ ശ്വാസമടക്കി പിടിച്ച് അവിടെ നടക്കാൻ പോകുന്നത് കാണാൻ തുടങ്ങി. ഈ കഥയുടെ ബാക്കി ഒരു പോർഷൻ ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിലായിരിക്കും ഇടുന്നത്. അകത്തെ കാഴ്ചകൾ കണ്ട് മതിമറന്ന് നിന്ന എൻ്റെ പിന്നിലൂടെ ഇരുവശത്തു നിന്നും 2 കൈകൾ എന്നെ പുണരുന്നതായി തോന്നി. ശാന്തയായിരുന്നു അത്. ഞാൻ പെട്ടെന്നൊന്ന് ഞെട്ടിയെങ്കിലും അത് പ്രകടമാക്കിയില്ല. ഇവിടെ നിന്ന് കാഴ്ചകൾ കണ്ട് രസിക്കുകയാണല്ലേ? സാരമില്ല, അങ്ങോട്ട് വരില്ലെന്ന് തോന്നിയത് കൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി, അവൾ പറഞ്ഞു. ഞാനൊന്ന് മൂളുക മാത്രം ചെയ്തു. അവൾ തുടർന്നു. വീട്ടിൽ പതുങ്ങി നിന്ന അമ്മയാണോ ഇപ്പോൾ? അതൊന്ന് നോക്കിക്കേ. അവൾ പറയുന്നത് ശരിയാണ്. അമ്മയുടെ മുഖഭാവത്തിൽ നിന്നും അത് മനസ്സിലാക്കാം. അകത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ട് തന്നെ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്തു. അങ്ങനെ ഏറെ നേരം കഴിഞ്ഞ് ഞാനും ശാന്തയും വേഗം വെളിയിൽ വന്നു. ഹാളിൽ പോയിരുന്നു ഞാൻ അങ്ങനെ ഇരുന്ന് അല്പം മയങ്ങിപ്പോയി. ഞെട്ടി ഉണർന്ന് ഞാൻ ചുറ്റും നോക്കി. ആരും അടുത്തുണ്ടായിരുന്നില്ല. ഞാൻ സമയം നോക്കി. 10 മിനിറ്റ് ഞാൻ മയങ്ങി. മെല്ലെ എഴുന്നേറ്റ് കിച്ചണിലെത്തി. ശാന്ത ആദ്യത്തേതുപോലെ തന്നെ ജോലിയിലാണ്. വന്നോ? ക്ഷീണം മാറിയോ? ഞാൻ വന്ന് നോക്കിയിരുന്നു. അപ്പോൾ ഇരുന്ന് മയങ്ങുന്ന കണ്ടതുകൊണ്ട് വിളിച്ചില്ല. കുടിക്കാൻ വേണോ? ഞാൻ തലകുലുക്കി. അവൾ തന്ന വെള്ളം കുടിച്ചുകൊണ്ട് ഞാൻ അവിടെ ഇരുന്നു. ക്ഷീണമുണ്ടല്ലേ? ഞാനൊന്ന് ചിരിച്ചു. അവർ വന്നില്ലേ? ഞാൻ ചോദിച്ചു. വന്നില്ല, ഇപ്പോൾ വരുമായിരിക്കും. അവർക്കും ക്ഷീണം മാറ്റണ്ടേ? AC മുറിയിലിരുന്ന് ക്ഷീണം മാറിക്കഴിയുമ്പോൾ വരും. വിശക്കുന്നുണ്ടോ? അവർ വന്നിട്ട് മതിയോ? മതി, അവർ വരട്ടെ. ഞാൻ ഹാളിലേക്ക് പോന്നു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കഥാപാത്രങ്ങൾ കോണി ഇറങ്ങി വരുന്നത് കണ്ടു. അമ്മ പഴയ സാരി തന്നെയാണ് ഉടുത്തിരിക്കുന്നത്. സണ്ണിച്ചൻ പാൻറ്റും കോട്ടുമിട്ട് ഒരു യാത്ര പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അമ്മ മെല്ലെ താഴോട്ട് നോക്കി പതിയാണ് സ്റ്റെപ്പ് ഇറങ്ങുന്നത്. നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. കുറച്ചു മുൻപ് കണ്ട കാഴ്ചകൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തി. ആ ഓർമ്മയിൽ തന്നെ ഞാനൊന്ന് പൂത്തുലഞ്ഞു പോയി. ഊണുമേശയ്ക്കരികിൽ വന്ന് അയാൾ അമ്മയെ ഒരു കസേരയിൽ പിടിച്ചിരുത്തി. അയാൾ അടുത്ത കസേരയിലിരുന്നു. അപ്പോഴും അമ്മ നേരെ നോക്കുന്നുണ്ടായിരുന്നില്ല. ശാന്തേ, എല്ലാവർക്കും കഴിക്കാനെടുക്ക്, അയാൾ വിളിച്ചു പറഞ്ഞു. വാ അനൂപേ, ഇരിക്ക്. അയാൾ എന്നെയും വിളിച്ചു. അമ്മയുടെ നേരെ അഭിമുഖമായിട്ടാണ് ഞാനിരുന്നത്. അവൾ കൊണ്ടുവന്ന ഭക്ഷണം എല്ലാവരും കഴിക്കാൻ തുടങ്ങി. അമ്മ വളരെ സാവധാനത്തിലാണ് കഴിക്കുന്നത്. സണ്ണിച്ചൻ പെട്ടെന്ന് കഴിച്ചെഴുന്നേറ്റു.
കൈ കഴുകി വന്ന് ഞങ്ങളുടെ അടുത്ത് നിന്നു. ഞാനൊന്ന് പുറത്തു പോകുക. ലീല കുറച്ചു നേരം കിടന്നുറങ്ങിക്കോ, രാത്രി ഉറക്കമൊഴിയാനുള്ളതാ. വൈകുന്നേരം എൻ്റെ പാർട്ട്ണർമാരിൽ ഒരാൾ എത്തും. റെസ്റ്റ് എടുക്കുക കേട്ടോ. ഓക്കെ. അയാൾ പുറത്തേക്ക് പോയി. അമ്മ അപ്പോഴും തല കുനിച്ചിരുന്ന് കഴിച്ചെന്ന് വരുത്തുകയായിരുന്നു. ഇത് കണ്ട ശാന്ത അടുത്ത് ചെന്നിരുന്നു. അങ്ങേരൊത്തിരി വിഷമിപ്പിച്ചു അല്ലേ? സാരമില്ല, ഒരു നല്ല കാര്യത്തിനല്ലേ. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാം മായ്ച്ചു കളഞ്ഞിട്ട് പോയാൽ മതി, എല്ലാം ശരിയാവും. ശാന്ത അമ്മയുടെ ശരീരത്തിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു. എന്തേലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ആ ചോദ്യം കേട്ടതും അമ്മ തല ഉയർത്തി എന്നെ ഒന്ന് നോക്കി. ശാന്തയോട് അരുതെന്ന് തലകൊണ്ട് കാണിച്ചു. ഞാൻ ഇരിക്കുന്നത് കൊണ്ട് അവർക്ക് സംസാരിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ഞാൻ പെട്ടെന്ന് കഴിച്ചെഴുന്നേറ്റ് കൈ കഴുകി പുറത്തേക്ക് പോയി. പക്ഷേ അവർ സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റുന്ന അകലത്തിൽ അവർ കാണാതെ ഞാൻ നിന്നു. അവൻ പോയി. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോ. എനിക്ക് ആകപ്പാടെ ഒരു വല്ലായ്മ പോലെ, എന്തോ വല്ലാത്ത ശരീരവേദന. അതെനിക്ക് മനസ്സിലായി. ശാന്ത അമ്മയുടെ ചെവിയിൽ എന്തോ മൊഴിയുന്നത് കണ്ടു. ആ സമയം അമ്മയിൽ ഒരു ചിരിയുണ്ടായി. ചെറുക്കം കേൾക്കല്ലേ മോളെ. അവനറിയാലോ അവിടെ അകത്ത് പൂജ ഒന്നുമല്ല നടന്നതെന്ന്. എന്നാലും ചേച്ചി ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ ആ കാലമാടന്മാരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരും. നിനക്ക് ഈ വരുന്നവരെ അറിയാമോ? അറിയാം, എല്ലാ രീതിയിലും. എങ്ങനെയുള്ളവരാ? ചേച്ചി പേടിക്കണ്ട, എണ്ണി വരുന്നവർ കുറച്ച് മനസാക്ഷിയുള്ളവരാ. ഹോ, അമ്മയിൽ ചെറിയ ആശ്വാസമുണ്ടായി. അമ്മ എഴുന്നേറ്റ് കൈ കഴുകി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്ക് ചേച്ചി. അവൻ ആ സമയത്ത് ഇവിടെ താഴെയായിരുന്നു. ശാന്ത ഒരു നിമിഷം ചിന്തിച്ചു. സത്യം പറഞ്ഞാൽ ചേച്ചി വിഷമിക്കുമോ? പറയേ. അവനെല്ലാം കണ്ടിട്ടുണ്ട്. അയ്യോ, എങ്ങനെ? എവിടെ നിന്ന്? അതിനിവിടെ സൗകര്യമുണ്ട്. ചേച്ചി വിഷമിക്കുകയൊന്നും വേണ്ട. ഇതിവിടെ സാധാരണയാണ്. എല്ലാം കഴിഞ്ഞ് ഇവിടെ നിന്നിറങ്ങുമ്പോൾ ഇതൊന്നും മനസ്സിലുണ്ടാവരുത്. ഇതിവിടെ എന്തോരം നടക്കുന്നതാ. കടം കൊണ്ട് വലഞ്ഞ കെട്ടിയോളുമായി വരും, അച്ഛൻ മകളുമായി വരും. ഇതൊക്കെ കാണും. ഇവിടെ നിന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാം സാധാരണ പോലെ, അത്രയേ ഉള്ളൂ. ചേച്ചി പോയി ഇത്തിരി നേരം കിടക്ക്, എല്ലാം ശരിയാവും. അമ്മ കോണി കയറി മുകളിലേക്ക് പോയി. ഞാൻ ശാന്തയുടെ അടുത്തെത്തി. ശാന്ത എന്ത് പണിയാ കാണിച്ചത്? ഞാൻ കണ്ടെന്നൊക്കെ പറഞ്ഞാൽ അമ്മയ്ക്ക് നാണക്കേടാവില്ലേ? ഒന്നുമില്ലടാ, പെണ്ണിനെ അറിയാം. എനിക്ക് കുറച്ച് പണിയുണ്ട്, നീ റെസ്റ്റ് എടുക്ക്. അവൾ അകത്തേക്ക് പോയി. ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. ശാന്ത വന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ ഉണർന്നത്. ഞാൻ സമയം നോക്കി. ഓ, രാത്രിയായോ? സമയം 9 മണി. ഞാൻ ചാടി എണീറ്റു. സണ്ണിച്ചൻ പറഞ്ഞ ചേട്ടൻ വന്നിട്ടുണ്ട്. അയാൾ പറഞ്ഞിട്ടാണ് ഞാൻ വിളിച്ചത്. വാ. ഞാൻ അവളോടൊപ്പം ഹാളിലേക്ക് ചെന്നു. അപ്പോൾ ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ അമ്മയെ അടുത്തിരുത്തി എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്നെ കണ്ടതും അമ്മ അകന്നു മാറാൻ ശ്രമിച്ചു. അയാൾ അതിനനുവദിക്കാതെ ഒരു കൈകൊണ്ട് അമ്മയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. അനൂപല്ലേ, ഇരിക്കുക. അയാൾ ചൂണ്ടിയ സ്ഥലത്ത് ഞാനിരുന്നു. ഇയാൾ ഇവിടെ ഉണ്ടെന്നറിഞ്ഞപ്പോൾ ഒന്ന് കാണാൻ വിളിച്ചെന്നേ ഉള്ളൂ കേട്ടോ. തനിക്കിവിടെ റോളില്ലല്ലോ, ഇവരല്ലേ താരം. അയാൾ അമ്മയെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കേ, ഞങ്ങൾ മുകളിൽ പോയി ഒന്ന് വിശദമായി പരിചയപ്പെടട്ടെ. വാലിയില്ലേ. അയാൾ എഴുന്നേറ്റ് അമ്മയെ പിടിച്ച് നടത്തിച്ചു. ഒരു പാവയെപ്പോലെ അമ്മ അയാളെ അനുഗമിച്ചു. ഞാൻ അവിടെ തന്നെ വല്ലാത്ത വിഷമത്തോടെ ഇരുന്നു. എൻ്റെ മുഖം കണ്ടിട്ട് ശാന്ത പറഞ്ഞു, വിഷമിക്കണ്ട അനൂപേ, കുറച്ചു കഴിഞ്ഞ് നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഈ അമ്മ ആയിരിക്കില്ല അവിടെ, അത് ഉറപ്പാണ്.
അവൾ അകത്തേക്ക് പോയി. ഞാൻ അവിടെ തന്നെ ഇരുന്നു. ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. ആ സമയം ശാന്ത എൻ്റെ അടുത്തേക്ക് വന്നു. എൻ്റെ തലമുടിയിൽ ഒന്ന് തഴുകി. ഇങ്ങനെ മൂഡ് ഓഫായി ഇരിക്കില്ലേടാ മോനെ, നമുക്ക് മോളിൽ പോയി കാഴ്ചകൾ കണ്ടിരിക്കാം, നീ വാ. അവൾ എന്നെയും കൊണ്ട് കോണി കയറി. ഞാൻ ഒരു വല്ലാത്ത പിരിമുറുക്കത്തിലായിരുന്നു. പാവം വല്ലാതെ തളർന്നിരുന്നു അമ്മ. ഇയാളുടെ മുന്നിൽ എങ്ങനെ പിടിച്ചു നിൽക്കുമോ എന്തോ, ആ ചിന്തയോടെയാണ് ഞാൻ മുകളിലെത്തിയത്. വാതിൽ തുറന്ന് ഞങ്ങൾ അകത്ത് കയറി. കർട്ടൻ മാറ്റി അകത്തേക്ക് നോക്കിയപ്പോൾ എൻ്റെ ചിന്തകളെല്ലാം തകിടം മറിക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. നോക്ക്, ആദ്യം കണ്ട അമ്മയാണോ ഇതെന്ന്? ഇതാണ് പെണ്ണ്. ആഗ്രഹം അങ്ങേയറ്റമായ പെണ്ണുങ്ങൾക്ക് പരിസരബോധം ഉണ്ടാകില്ല. ഇപ്പം അവരുടെ മനസ്സിൽ ഇതൊന്നും ബാധിക്കില്ല. എങ്ങനെയും എല്ലാം ആസ്വദിക്കണം എന്ന ചിന്ത മാത്രമേ ഉണ്ടാകൂ. അത് ശരിയാണെന്ന് എനിക്ക് തോന്നി. ഈ സമയം അകത്ത് ചർച്ചകൾ നടക്കുന്നു. സണ്ണി ഉച്ചയ്ക്ക് വിഷമിപ്പിച്ചോ? അയാൾ ചോദിച്ചു. ഇല്ല, അമ്മയുടെ മറുപടി. ഇങ്ങനെ സംഭവിച്ചതിൽ വിഷമിക്കുകയൊന്നും വേണ്ട കേട്ടോ. 2 ലക്ഷം രൂപ കടം തീരില്ലേ? സണ്ണിക്ക് നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ട കടം തീർത്ത് കൈ നിറച്ച് കാശുമായി പോകാം. അമ്മ അയാളുടെ മുഖം പിടിച്ച് നേരെയാക്കി കണ്ണിലേക്ക് നോക്കി. എങ്ങനെ? ഇനി എന്നെ ഇഷ്ടപ്പെടാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? അമ്മയുടെ ആ ചോദ്യത്തിൽ അല്പം കൊഞ്ചലുണ്ടെന്ന് എനിക്ക് തോന്നി. ഞങ്ങളോട് നന്നായി സഹകരിച്ചാൽ മതി. ഞാൻ സഹകരിക്കുന്നില്ലേ? ഓ ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ഇന്നലെ ഞങ്ങൾക്കൊരു കിളുന്തിനെ കിട്ടി, അതുകൊണ്ടാണ് ഞങ്ങൾ വരാതിരുന്നത്. എന്നിട്ട്? അമ്മ ചോദിച്ചു. എന്നിട്ടെന്താ, ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്തു. ഇന്നലെ നിങ്ങൾ വന്നതുകൊണ്ട് സണ്ണി വന്നില്ല. ഇപ്പോൾ അവൻ അവിടെ പോയി തകർക്കുന്നുണ്ടാകും. എത്ര വയസ്സുള്ള കൊച്ചാ? ഒരു 19 20. അയ്യോ, അതിനെയൊക്കെയോ? അതിൻ്റെ ഭാവി. ഞങ്ങൾ ആരെയും ഫോഴ്സ് ചെയ്യാറില്ല. നീ ഇവിടെ എത്തിപ്പെട്ടത് എങ്ങനെയായിരുന്നോ അതേപോലെയാണ് അവളും. കടം തീർത്ത് കൈ നിറച്ച് പണവുമായി ഇന്നവൾ പോകും. ഞാൻ 1 ലക്ഷം രൂപയാണ് കൊടുത്തിട്ട് പോന്നത്. അവരും കൊടുക്കും അതുപോലെ. പിന്നെന്താ, ഒരു ദിവസം കൊണ്ട് 3 ലക്ഷം രൂപ പോരെ? അവളുടെ കൂടെ ആരാ വന്നിരുന്നത്? അവളുടെ അച്ഛൻ. ഒരു മുഴുക്കുടിയനാ. അച്ഛനുണ്ടാക്കിയ കടം മകൾ തീർത്തു. എല്ലാം അച്ഛൻ്റെ അനുവാദത്തോടെ. എങ്ങനെയുണ്ട്? നമുക്കിങ്ങനെ ഇരുന്നാൽ മതിയോ? അമ്മ അയാളോട് സ്നേഹത്തോടെ ചോദിച്ചു. ആണോ? എന്നാൽ നമുക്ക് തുടങ്ങാം. ഇതെല്ലാം കേട്ട് കിളി പോയിരിക്കുകയായിരുന്നു ഞാൻ. ഇന്ന് രാവിലെ വരെ കണ്ട അമ്മയല്ല അതെന്ന് എനിക്ക് തോന്നി. മോർണിംഗ് ഷോ കണ്ടു, ദാ ഇപ്പോൾ സെക്കൻഡ് ഷോയും കണ്ടുകൊണ്ടിരിക്കുന്നു, അതും ശാന്തയോടൊപ്പം. ഇൻ്റർവെൽ ആയപ്പോൾ ശാന്ത എന്നെയും കൊണ്ട് അവളുടെ റൂമിൽ പോയി. ഞങ്ങൾ ഒരുമിച്ച് അവിടെ കിടന്നുറങ്ങി. ഞാൻ ഉണർന്നപ്പോൾ 10 മണിയായി. ഹാളിൽ വന്നപ്പോൾ അമ്മയും അയാളും ചായ കുടിച്ച് കഴിഞ്ഞിരുന്നു. ആ, എണീറ്റോ? ചായ കുടിക്കുന്നു അനൂപേ? എന്നെ കണ്ടതും ശാന്ത ചോദിച്ചു. ഞാൻ പല്ല് തേച്ച് വന്ന് അവൾ തന്ന ചായ കുടിച്ചു. ഞാൻ അമ്മയെ നോക്കി. അമ്മ അയാളെ നോക്കി ചിരിക്കുന്നുണ്ട്. അയാൾ സെറ്റിയിലേക്ക് പോയിരുന്നിട്ട് അമ്മയെ വിളിച്ചു. അമ്മ ഒരു മടിയും കൂടാതെ അടുത്തു പോയിരുന്നു. ഞാൻ പോവാ, ഇനിയും കാണാം. ഉച്ചയാകുമ്പോഴേക്കും സണ്ണിയും മധുവും വരും. അയാൾ അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. സാധാരണ ഞങ്ങൾ ഇങ്ങനെ അവസാനിപ്പിക്കാറില്ല. നിങ്ങളുടെ പ്രായവും അവസ്ഥയും മാനിച്ച് ഈ രീതിയിൽ അവസാനിപ്പിച്ച് തിരിച്ചയക്കുകയാണ് ഞങ്ങൾ. ഞാൻ കഴിച്ചെഴുന്നേറ്റു. അയാളുടെ മുന്നിലിരുന്നു. അയാൾ അമ്മയെ ചേർത്ത് പിടിച്ച് മുഖത്ത് നോക്കി ചിരിച്ചു.
എന്നിട്ട് അയാൾ പാൻറ്റിൻ്റെ പോക്കറ്റിൽ കൈയിട്ട് ഒരു കെട്ട് നോട്ടെടുത്ത് അമ്മയുടെ കയ്യിൽ കൊടുത്തു. അത് കണ്ട് അമ്മയുടെ മുഖം വിടർന്നു. സ്വയം അറിയാതെ അമ്മ അയാളെ കെട്ടിപ്പിടിച്ചു. അമ്മയെ മാറ്റിയിട്ട് അയാൾ പറഞ്ഞു, ഇത് ഇന്നലത്തെ ജോലിയുടെ കൂലിയൊന്നുമല്ല. ഞങ്ങൾ പാവങ്ങളെ സഹായിക്കാറുണ്ട്. ഇതങ്ങനെ കൂട്ടിയാൽ മതി. എന്നാൽ ശരി അനൂപേ, ഞാൻ ഇറങ്ങുന്നു. അയാൾ എണീറ്റു. ഒപ്പം അമ്മയും. ഡോറിൻ്റെ അടുത്ത് ചെന്ന് അയാൾ തിരിഞ്ഞു നിന്നു. നിങ്ങൾ തന്നിരിക്കുന്ന ചെക്കും ആധാരത്തിൻ്റെ കോപ്പിയും സണ്ണിയുടെ കയ്യിലുണ്ട്. അതിൽ കടം തീർന്നു എന്ന് എഴുതി ഞാൻ ഒപ്പിട്ടിട്ടുണ്ട്. അവർ വന്നു കഴിയുമ്പോൾ അവരും ഒപ്പിട്ട് തരും. അതും പറഞ്ഞ് അയാൾ ഇറങ്ങിപ്പോയി. അമ്മ ആ പൈസ എൻ്റെ കയ്യിൽ തന്നു. അപ്പോൾ അമ്മയുടെ കണ്ണിൽ ഒരു തിളക്കവും പുഞ്ചിരിയും ഉണ്ടായിരുന്നു. പണം കിട്ടിയപ്പോൾ അമ്മ എല്ലാം മറന്ന് സന്തോഷവതിയായത് ഞാൻ കണ്ടു. കാശ് കിട്ടിയപ്പോൾ സന്തോഷമായില്ലേ? ശാന്ത ചോദിച്ചു. അമ്മ ഒന്ന് ചിരിച്ചു. ചേച്ചി പോയി കുളിച്ച് കിടന്നുറങ്ങ്, ക്ഷീണം മാറട്ടെ. അമ്മ അകത്തേക്ക് പോയി. ഒരു 12 മണിയോടെ സണ്ണിച്ചൻ മധു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുമായി കയറി വന്നു. വന്ന പാടെ അവൻ ചുറ്റും നോക്കി. എവിടെ നമ്മുടെ ചരക്ക് എവിടെ? ഞാനൊന്നും പറഞ്ഞില്ല. അതുകൊണ്ട് അവൻ ശാന്തയെ നോക്കി. എവിടെ ശാന്തേ എൻ്റെ ഉരുപ്പടി? കിടക്കുവാണെന്ന് തോന്നും. ഓ, ഇന്നലെ അവൻ ഉറക്കിയിട്ടുണ്ടാവില്ല. അവൻ തല ചൊറിഞ്ഞുകൊണ്ട് പറഞ്ഞു. ഒന്നടങ്ങ് മധു, എന്തിനാ ഇങ്ങനെ ആക്രാന്തം പിടിക്കുന്നേ? സണ്ണിച്ചൻ ചോദിച്ചു. അത് കൊള്ളാം, നിങ്ങളുടെ കൊതിയെല്ലാം മാറ്റിയതല്ലേ? ആ, സമയമുണ്ടല്ലോ മധു. ഓ ശരിയെന്നാ. അവൻ അടങ്ങി സെറ്റിയിലിരുന്നു. ശാന്ത അവർക്ക് കുടിക്കാൻ വെള്ളവുമായി വന്നു. സണ്ണിച്ചന് കൊടുത്തു കഴിഞ്ഞ് അവന് കൊടുത്തപ്പോൾ അവൻ വെള്ളം വാങ്ങി ടീപ്പോയിൽ വെച്ച് അവളെ വലിച്ച് തൻ്റെ അടുത്തേക്കിരുത്തി. ഓ ഇട്. അവൾ എണീക്കാൻ ശ്രമിച്ചു. അങ്ങനെ കൊതിയുള്ളവർ വല്ലപ്പോഴും വരണം. എനിക്ക് അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അവൾ എണീറ്റുകൊണ്ട് പറഞ്ഞു. അത് ന്യായം. കുഴപ്പമില്ല, നമുക്കിനി സമയമുണ്ടല്ലോ. നീ പോയി അവരെ വിളിച്ച് റെഡിയാക്കിക്കേ. ശാന്ത മുകളിലേക്ക് പോയി. അതോടൊപ്പം സണ്ണിച്ചനും. ഞാനൊരു മുറിയിൽ കയറി കിടന്നു. ഓരോന്നാലോചിച്ച് കിടന്ന് ഞാൻ ഉറങ്ങിപ്പോയി. ഞാൻ ഉണർന്നപ്പോൾ 1:30 മണിയായി. ഞാൻ ചാടി എണീറ്റ് ഹാളിലും കിച്ചണിലും നോക്കിയിട്ട് ആരെയും കണ്ടില്ല. അവിടെ 3rd ഷോ തുടങ്ങി കാണുമോ? ഈ ശാന്ത എവിടെ പോയി? ഞാൻ മുകളിലേക്ക് പോകാൻ തീരുമാനിച്ച് കോണി കയറി. മുറി വാതിലിൽ ചെന്ന് ചെവിയോർത്തു. പതിവിന് വിപരീതമായി അകത്തു നിന്നും ശബ്ദങ്ങൾ പുറത്ത് കേൾക്കുന്നുണ്ട്. ഞാൻ വേഗം മറ്റേ ഡോർ തുറന്ന് അകത്ത് കയറി. ഗ്ലാസ് ഡോറിലൂടെ നോക്കി. എൻ്റെ കിളികളെല്ലാം പറന്നുപോയൊരു കാഴ്ച. എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇത്തരം ഒരു കാഴ്ച. അകത്ത് മധുവും സണ്ണിച്ചനും അമ്മയുമുണ്ട്. കൂടെ ഞാൻ തിരക്കി വന്ന ശാന്തയും. ഞാൻ മാത്രമേ ഇവിടെ ഇപ്പോൾ ഒറ്റയ്ക്കുള്ളൂ. ബാക്കി 4 കഥാപാത്രങ്ങളും അകത്ത് ഗംഭീര ചർച്ചയിലാണ്. അവിടെ വലിയൊരു യുദ്ധം കഴിഞ്ഞതുപോലെ എനിക്ക് തോന്നി. ജീവിതത്തിൽ ഇതുപോലൊരു രംഗം ഇനി കാണാൻ കഴിയില്ലെന്നറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അവിടെ തന്നെ നിന്നിരുന്നു. ഒരു 5 മണിയോടെ എല്ലാവരും ഫ്രഷായി ഹാളിൽ വന്നു. ഇതിനിടയിൽ ഓരോ കെട്ട് നോട്ട് അവർ 2 പേരും അമ്മയ്ക്ക് കൈമാറി. പണം കിട്ടിയതും അമ്മയുടെ മുഖം തെളിഞ്ഞു. അമ്മയുടെ പണിക്കുള്ള കൂലി എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ആധാരവും ചെക്കുകളും തിരിച്ചു കൊടുത്തു അവർ. സണ്ണിച്ചനും മധുവും എല്ലാവരോടും യാത്ര പറഞ്ഞ് മറ്റൊരത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞിറങ്ങി. അവർ ഇതുപോലെ മറ്റേതോ പരിപാടിക്ക് പോകുകയായിരിക്കുമെന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു. ശാന്തയോട് യാത്ര പറഞ്ഞ് ഞങ്ങളും ഇറങ്ങി. തിരിച്ചു പോരുന്ന വഴി ഞാൻ ചിന്തിച്ചു, എന്തായിരുന്നു 2 ദിവസം നടന്നത്? ഓർക്കാൻ കഴിയുന്നില്ല. ഞാൻ അമ്മയുടെ മുഖത്തേക്ക് വണ്ടിയിലെ മിററിൽ കൂടെ നോക്കി. ശാന്തമായിരുന്നു അമ്മയുടെ മുഖം.
ആടിത്തിമിർത്ത് അരങ്ങൊഴിഞ്ഞ് ഒതുങ്ങിക്കൂടിയിരിക്കുന്ന അമ്മ, കടം തീർന്ന ആശ്വാസവും കയ്യിൽ കിട്ടിയ പണത്തിൻ്റെ സന്തോഷവും അമ്മയുടെ മുഖത്ത് കണ്ടു. ഞാൻ ആ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് വണ്ടി വീട്ടിലേക്ക് വിട്ടു. തിരികെ വീട്ടിലെത്തി കുളിച്ച് ഫ്രഷായി വന്നപ്പോഴേക്കും രാത്രിയായിരുന്നു. അമ്മയുടെ മുഖത്ത് പതിവില്ലാത്തൊരു പ്രസന്നത. അത്താഴത്തിനുള്ള ഭക്ഷണം പുറത്തുനിന്ന് വരുത്തി. ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ ഞാൻ ഒളിക്കണ്ണിട്ട് അമ്മയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നു. അമ്മ എൻ്റെ മുഖത്തേക്ക് നോക്കി ഒരു പ്രത്യേക രീതിയിൽ ഒരു ചിരി പാസാക്കി. അതിനെന്തൊക്കെയോ അർത്ഥങ്ങളുണ്ടായിരുന്നു. അമ്മയ്ക്കിപ്പോൾ ആ ജാള്യത ഒന്നുമില്ല. എൻ്റെ ഭാര്യ സുനിതയേക്കാൾ ഭംഗി അവളുടെ അമ്മയ്ക്കുള്ളതുപോലെ എനിക്ക് തോന്നി. അമ്മ എന്നോട് തുറന്ന് സംസാരിച്ചു. ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്നുള്ള പാഠം ഞാൻ പഠിച്ചു. ഈ ദാരിദ്ര്യവും കഷ്ടപ്പാടും പറഞ്ഞൊതുങ്ങിക്കൂടിയിരിക്കാനുള്ളതല്ല ജീവിതം. ഇത്രനാൾ കണ്ട എൻ്റെ ഭാര്യയുടെ അമ്മ അല്ലത്. എന്തായാലും സുനിത ഇവിടെ ഇല്ല. ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് പാത്രങ്ങളുമായി അടുക്കളയിൽ പോയി വന്ന അമ്മയുടെ മുന്നിലേക്ക് ഞാൻ ചെന്നു. കുറച്ചു നേരം കണ്ണുകളിൽ നോക്കി നിന്നു. അമ്മ പറഞ്ഞത് ശരിയാ. ജീവിതം ആസ്വദിച്ച് തീർക്കാനുള്ളതാ എല്ലാ രീതിയിലും. അവൾ ഇപ്പോൾ ഇല്ലല്ലോ അമ്മേ. അതുകൊണ്ട് എന്തായാലും നനഞ്ഞില്ലേ, ഇനി കുളിച്ചു കയറാമെന്ന മട്ടിലായിരുന്ന അമ്മായിയമ്മയ്ക്ക് കൂടുതലൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. ഞാൻ പറഞ്ഞതിൻ്റെ ധ്വനി മനസ്സിലായിരുന്നു. പുള്ളിക്കാരിക്ക് എല്ലാ കാര്യങ്ങൾക്കും കൂട്ടിനുണ്ട് എന്ന പോലെ ആയിരുന്നു. പിന്നീട് സുനിത തിരികെ വരുന്നത് വരെ ഞങ്ങൾ ആഘോഷമാക്കി. അങ്ങനെ എൻ്റെ ഭാര്യ വീട്ടിൽ എൻ്റെ സുനിതയോടൊപ്പവും സുനിതയില്ലാത്ത സമയങ്ങളിൽ അവളുടെ അമ്മയോടൊപ്പവും ജീവിതം ആസ്വദിച്ച് ആഘോഷിച്ച് അർമാദിച്ച് അങ്ങ് നാളുകൾ നീക്കി. സുനിതയെപ്പോലെ സുനിതയുടെ അമ്മയും പിന്നീട് അങ്ങോട്ട് എനിക്ക് മാത്രം സ്വന്തമായി. നിങ്ങൾ നമ്മുടെ ഈ കമൻറ്റ് സെക്ഷൻ ഒന്ന് ചെക്ക് ചെയ്യണേ. ഞാനവിടെ ഒരു സാധനം പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ കമൻ്റൊക്കെ ചെയ്യണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്കുടനെ കാണാം. വിത്ത് ലവ്, അലീന.